നമസ്കാരം. SLCയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ ഇതിന്റെ ഒരു ബേസിക് സൗണ്ടിനെ കുറിച്ചുള്ള ബേസിക്സിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വീഡിയോ കാണാത്തുണ്ടെങ്കിൽ കാണുക കേട്ടോ. നിങ്ങൾ മുൻ വർഷങ്ങളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ ചില കൺഫ്യൂഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് അപ്പൊ ആദ്യമേ ആ ഒരു വീഡിയോ കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക കേട്ടോ, മെമ്മറൈസ് ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്, സൗണ്ട് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആ ശബ്ദം നമ്മളിലേക്ക് ഒരു മീഡിയത്തിലേക്ക് കൂടെയാണ് എത്തുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ മീഡിയത്തിൽ കൂടെ എങ്ങനെയാണ് വരുന്നത്? വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങളായിട്ടാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ തരംഗങ്ങളായിട്ട് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. എന്താണ്? ഒരു കുട്ടി ഊഞ്ഞാലാടുവാണല്ലേ. അപ്പൊ ആൺകുട്ടി അവിടെ നിന്ന് പറയുകയാണ്, ടീച്ചർ ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 swings. പ്ലീസ് ആസ്ക് ഹെർ ടു ഗെറ്റ് ഓഫ് ദി സ്വിംഗ്. നൗ ഇറ്റ് ഈസ് മൈ ടേൺ. എന്താണ്? ടീച്ചറെ, ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എന്റെ ഊഴാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി എന്താണ് പറയുന്നത്? ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 swings ടീച്ചർ. ഞാൻ എത്രയാണ്? 5 ആട്ടം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ടീച്ചറോട് പറയുകയാണ്. ടീച്ചർ എന്താണ് പറഞ്ഞത്? യെസ്, ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 swings. ശരിയാണ്, 5 ആട്ടം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ടീച്ചറും പറഞ്ഞു. അപ്പൊ ഈ ആൺകുട്ടി പറയുന്നത് 10 ആട്ടമായെന്ന്. പക്ഷെ ടീച്ചറും കുട്ടിയും പറയുന്നത് എങ്ങനെയാണ്? 5 ആട്ടമായെന്ന് പറയുന്നു. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഓസിലേഷൻ. ഊഞ്ഞാലാടുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേഷൻ എക്സാമ്പിൾ ആണ് അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാം? ദോലനം. മലയാളത്തിൽ എന്താണ് ഓസിലേഷൻ എന്ന് പറയുന്നത്? ദോലനം. ദോലനമാണ് ഊഞ്ഞാലാടുന്നത്. ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അല്ലേ? മുന്നോട്ടും പുറകോട്ടും ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനൊക്കെ നമുക്ക് എന്ത് പറയാം? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയാം. നമുക്കറിയാം പലതരത്തിലുള്ള ചലനങ്ങളുണ്ട് അല്ലേ? വർത്തുള്ള ചലനമുണ്ട്, സർക്കുലർ മോഷൻ, പീരിയോഡിക് മോഷൻ. കൃത്യമായ ഇടവേളകളിൽ ചലിക്കുന്നതിനാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള ചലനമാണ്? ഓസിലേറ്ററി മോഷൻ ആണ്. മനസ്സിലായാലോ? അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ടീച്ചറും ഈ കുട്ടിയും ഈ 5 swings ആയുള്ളത് പറയുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പൊ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഊഞ്ഞാൽ ആടുന്നതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഊഞ്ഞാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഊഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുവാണ്. ആ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന അതിനെ നമ്മളൊരു പേര് പറയും. അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം എന്ന് പറയും. ഇക്വിലിബ്രിയം പൊസിഷൻ, തുലനസ്ഥാനം. ഇപ്പം AOB എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ O എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സ്വിങ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഊഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ? ഊഞ്ഞാൽ ഇങ്ങോട്ട് പോയിട്ട് ഇവിടുന്നാണ് നമ്മൾ മൂവ്മെന്റ് ആരംഭിക്കുന്നത് അല്ലെ? ഇവിടുന്ന് എങ്ങനെ പോകും? തിരിച്ച് ഈ ഒരു പൊസിഷനിൽ വരും ഇല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്ററി മോഷൻ നടക്കുവാണ് അല്ലെങ്കിൽ ഓസിലേഷൻ നടക്കുവാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയും. മനസ്സിലാവുന്നല്ലോ പറഞ്ഞേ? ഈ തുലന സ്ഥാനത്ത് നിന്നും അത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? ഇതേ ഡിസ്പ്ലേസ്മെന്റ് തന്നെയായിരിക്കും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. മനസ്സിലായി? ആദ്യമേ എങ്ങോട്ട് മൂവ് ചെയ്ത് ഇതേ ഡിസ്പ്ലേസ്മെന്റ് തന്നെയായിരിക്കും ഇങ്ങോട്ടും ഉണ്ടാവുന്നത്. അപ്പൊ ഈ തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് നമ്മൾ വലിച്ച് പുറകോട്ട് ആഞ്ഞിരിക്കുമല്ലോ. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ അതേ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് തന്നെയായിരിക്കും ഇങ്ങോട്ടും ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ തുലനസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ട് ഒരു സൈഡിലേക്കുള്ള ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന് നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് ആയതി എന്ന് പറയും കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ A വെച്ചിട്ടാണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഒരു തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്. അവിടുന്ന് ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ്? പരമാവധി സ്ഥാനാന്തരം ഇല്ലേ? പരമാവധി സ്ഥാനാന്തരത്തിന് നമ്മൾ എന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ്? ആയതി എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ അതെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയായിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഏതാണ്? SI യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്.
ക്ലിയർ ആയാലോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. നോക്കിയേ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് എ സ്വിംഗ് ഹാവ്? ഏത് തരത്തിലുള്ള ചലനമാണ്? സർക്കുലർ മോഷൻ ഉണ്ട്, ഓസിലേറ്ററി ഉണ്ട്. ഏതാണ്? ഓസിലേറ്ററി മോഷൻ ആണ്. ഏതാണ്? ദോലനമാണ്, ആണല്ലോ. ഇനി വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി സ്വിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം ഇവിടെ ഏതാണ്? ഓ ആണ്, ഇല്ലേ? ഓ ആണ് ഇവിടുത്തെ തുലനസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഊഞ്ഞാല് സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, അല്ലെങ്കിൽ സ്വതന്ത്രാവസ്ഥയിൽ ദോലനം, ഇവിടെ നിന്നല്ല ദോലനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഓസിലേഷൻ ആരംഭിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്ന? തുലനസ്ഥാനം എന്ന് പറയും. അപ്പൊ അത് ഏതാണ്? ഈ ഓ ആണ് ഇവിടുത്തെ തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ? ചിത്രത്തില് തുലനസ്ഥാനം ഏതാണ്? ഓ ആണ്. ഓയിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? എ ആണ്, അല്ലെ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ്. ആ എയിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. അപ്പൊ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഒരു വസ്തു തുലനസ്ഥാനം, അല്ലെ? ഇതാണ് തുലനസ്ഥാനം. ഈ തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ, അല്ലെ, ഇരുവശത്തേക്കും ചലിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഓസിലേഷൻ എന്ന് പറയും. ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയും. ഒരു പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ ഇടവേളകളിൽ, റിപ്പീറ്റ് ചെയ്യുന്ന, ഇല്ലേ, മോഷനാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഷനാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തുലനസ്ഥാനത്ത് നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് പറയും? ആയതി എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. ഓക്കെ ആണല്ലോ ഇത്തരം കാര്യങ്ങള്? നോക്കുക. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം about its equilibrium position. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അതിനെ സ്മോൾ ലെറ്റർ എ വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഇതാണ് അവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, പരമാവധി സ്ഥാനാന്തരത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. അത് സ്മോൾ ലെറ്റർ എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇത് ഓസിലേറ്റ് ചെയ്യുവാൻ നമ്മൾ പറഞ്ഞു, ഇല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം പൂർത്തിയാകുന്ന എപ്പോഴായിരിക്കും? ഞാൻ നോക്കിയേ, പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിങ്ങനെ? ഇതാണ് തുലനസ്ഥാനം. ഓ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തുലനസ്ഥാനം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ എയിൽ പോയി, ദെൻ ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ട്? അതായത് ഇവിടല്ലേ എയിൽ പോയി, എയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? എയിൽ പോയിട്ട് പിന്നെ തിരിച്ച് ഇതുവഴി വന്നിട്ട് ബിയിലെത്തുന്നുണ്ട്. ബിയിൽ നിന്ന് പിന്നെ തിരിച്ച് ഓയിലെത്തുന്നുണ്ട്. അപ്പോഴാണ് എന്ത് പൂർത്തിയാകുന്നത്? ഒരു ഓസിലേഷൻ അവിടെ പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ ഒരു ദോലനം പൂർത്തിയാകുന്നത്. എവിടെ നിന്നാണോ തുടങ്ങിയത് അപ്പൊ അവിടെ തന്നെ തിരിച്ചു വരണം. മനസ്സിലാകുന്നുണ്ട്? എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം പൂർത്തിയാക്കിയെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ പറയാണ് ഓയിൽ നിന്നാണ് തുടങ്ങിയത്. ഓയിൽ നിന്ന് തുടങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? എയിൽ, അല്ലെ? ഓയിൽ നിന്ന് തുടങ്ങിയിട്ട് എയിൽ പോയി, അല്ലെ? എയിൽ പോയിട്ട് പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇതുണ്ടല്ലേ, എയിൽ വന്നു, പിന്നെ തിരിച്ചിങ്ങനെ വന്നിട്ട് പിന്നെ തിരിച്ച് ഓയിൽ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് ബിയിലേക്ക് പോകുന്നുണ്ട്, തിരിച്ച് ബിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എന്താണ്? പിന്നെ ബിയിൽ നിന്ന് തിരിച്ച് ഓയിലേക്കും വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അപ്പോഴാണ് ആ ഒരു സിറ്റുവേഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു ഓസിലേഷൻ അവിടെ പൂർത്തിയായി നമുക്ക് പറയുന്നു. ഒരു ദോലനം കേട്ടോ, ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം അവിടെ പൂർത്തിയായി നമ്മൾ പറയുന്നു. എവിടുന്നാണോ തുടങ്ങിയത് അതേ ദിശയിൽ, അല്ലെ? ഇവിടുന്നല്ല തുടങ്ങിയത്. അപ്പം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയിട്ട് അതേ ദിശയിൽ അവിടെ തന്നെ തിരിച്ചു വരണം. അതേ ദിശയിൽ അവിടെ തന്നെ തിരിച്ചു വരണം. ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയി, അല്ല ഇങ്ങോട്ടല്ലേ പോകുന്നത്, പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ അതേ ദിശയിൽ തന്നെ ഇവിടെ തിരിച്ചു വന്നു. അപ്പോഴാണ് അവിടെ ഒരു ദോലനം പൂർത്തിയാക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ നമ്മൾ പൂർത്തിയാക്കി എന്ന് പറയുന്നത്. ഓക്കെ ആയാലോ? ഇനി അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഇതേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചു. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ്? എയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഓയിൽ വന്നു, ബിയിൽ വന്നു, പിന്നെ തിരിച്ച്
ഓയിൽ വന്നു, എയിൽ വന്നു. തിരിച്ച് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വരണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ അവിടെ പൂർത്തിയായി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ പറയാം? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, പിന്നെ എന്താണ്, ഓ വഴിയാണ് പോകുന്നത്, ഓ വഴി ബിയിലെത്തി അല്ലെ, ബിയിലെത്തി, പിന്നെ ബിയിൽ നിന്ന് തിരിച്ചു ഓയിൽ വരുന്നുണ്ട്, ദെൻ പിന്നെ തിരിച്ച് എയിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഓസിലേഷൻ അവിടെ പൂർത്തിയായി, അല്ലെങ്കിൽ ഒരു ദോലനം അവിടെ പൂർത്തിയായി നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ അവിടെ പൂർത്തിയായി എന്ന് പറയുന്നത്? എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ ദിശയിൽ അവിടെ തന്നെ തിരിച്ചു വരണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഓസിലേഷൻ പൂർത്തിയായെന്ന് പറയാം. ഇപ്പൊ സപ്പോസ് ഇവിടുന്ന് പറയുന്നത് ബിയിൽ നിന്നാണ് തുടങ്ങുന്നെങ്കിൽ എങ്ങനെയാണ്? ബിയിൽ നിന്ന് തുടങ്ങി, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് ചോദിച്ചു. ബിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബിയിൽ നിന്ന് തുടങ്ങി ഇതാ ഓയിൽ വന്നു, ഇവിടെ ഓയിൽ വന്നു, പിന്നെ എന്താണ്, പിന്നെ ഇവിടെ എയിൽ വരുന്നു അല്ലെ, എയിൽ വന്നു, പിന്നെ തിരിച്ച് ഓയിൽ വന്നു, പിന്നെ തിരിച്ച് ബിയിൽ വരും അല്ല. അപ്പൊ എവിടുന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഓസിലേഷൻ പൂർത്തിയായി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എവിടെ നോക്കിയേ? എ സ്വിംഗ് കംപ്ലീറ്റ്സ് വൺ ഓസിലേഷൻ. എപ്പോഴാണ്? when the pendulum starts from O, goes to both sides and then returns to O. ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാക്കുന്നത് അല്ലേ? അപ്പൊ എന്താ പറയാ? an oscillation is completed when the body returns to its initial position in the same direction from where it started. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. ഒരു ദോലനം, ഓസിലേഷൻ എന്നുള്ള ഒരു വാക്കല്ല, ഒരു ദോലനം, വൺ ഓസിലേഷൻ. എയുടെ കേസിലാണെങ്കിലോ എങ്ങനെയാണ്? സ്റ്റാർട്ട്സ് ഫ്രം എ, റീച്ചസ് ബി ആൻഡ് റിട്ടേൺസ് ടു എ. എയിൽ നിന്ന് തുടങ്ങി ബിയിൽ പോയി തിരികെ എയിൽ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തിരിച്ച് അവിടെ തന്നെ വരണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ അവിടെ പൂർത്തിയാകുന്നത്. മനസ്സിലായല്ലോ? ഓസിലേഷനൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. പെൻഡുലം ഉണ്ടല്ലോ, ക്ലോക്കില്ലേ, ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പം തൂക്കിയിട്ട എന്താണ് വിളക്ക്, അത് ഹാങ് ചെയ്യുന്നത് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ടേബിൾ ഫാൻ ഒക്കെ ഉണ്ടല്ലോ, പെഡസ്റ്റൽ ഫാനും ടേബിൾ ഫാനൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുമല്ലോ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓസിലേഷൻ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം. മോഷൻ ഓഫ് എ ഹാങ്ങിങ് ലാമ്പ്, തൂക്കിയിട്ട വിളക്കിന്റെ ചലനം ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാവേ. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചത്? ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു, ഒരു ഓസിലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കണ്ടു. ഞാൻ നോക്കി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാമേ. നോക്കിയേ, if a pendulum takes 1 minute to complete 30 oscillations, how long does it take to complete 1 oscillation? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു പെൻഡുലമാണ്. പെൻഡുലം നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞല്ലോ ഒരു പെൻഡുലമാണ് ഒരു പെൻഡുലം. ഈ പെൻഡുലം 30 ഓസിലേഷൻ എടുക്കുന്നത്. അതായത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി, ഇവിടെ വന്ന് ഇവിടെ പോകുമ്പോൾ ഒരു ഓസിലേഷൻ ഇങ്ങനെ 30 പ്രാവശ്യം. അപ്പൊ 30 ഓസിലേഷൻ. 30 ഓസിലേഷന് വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്? 1 മിനിറ്റ് അവിടെ എടുക്കുന്നുണ്ട്. 30 ഓസിലേഷന് വേണ്ടി 1 മിനിറ്റ്. മനസ്സിലായോ? എണ്ണുക. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ പോയി 1 ആയി, 2 ആയി, 3 ആയി, അങ്ങനെ എണ്ണുക. അപ്പൊ 30 ഓസിലേഷൻ ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. അപ്പൊ എത്രയാണ് സമയം? 1 മിനിറ്റ് എടുത്തെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? 30 ഓസിലേഷനുള്ള സമയം തന്നിട്ടുണ്ട്, നമുക്ക് അങ്ങ് എഴുതാം. ടൈം ഫോർ 30 ഓസിലേഷൻ. ഇതാണ് 30 ദോലനങ്ങൾക്കെടുത്ത സമയം അല്ലേ? 30 ദോലനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് അല്ല 1 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം ഇല്ലേ? ടൈം ഫോർ 1 ഓസിലേഷൻ ഇല്ലേ? ടൈം ഫോർ 1 ഓസിലേഷൻ. 1 ഓസിലേഷൻ എടുക്കുന്ന സമയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ 60-നെ, അതായത് ഈ സമയത്തിന് അല്ലേ? ഈ സമയത്തിനെ എന്തുകൊണ്ട് എഴുതാൽ മതി? ഈ സമയത്തിനെ ഓസിലേഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ?
ആകെ സമയത്തിന് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനത്തിന്റെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് 60 ഡിവൈഡ് ബൈ എത്ര ദോലനം ഉണ്ട് ഇവിടെ, 30 ഓസിലേഷൻ ആണ് ഉള്ളത് അല്ലേ. അപ്പം 60 ഡിവൈഡ് ബൈ 30 2 സെക്കൻഡ് നമുക്ക് ഇവിടെ കിട്ടി. മനസ്സിലായോ? 30 ഓസിലേഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 60 സെക്കൻഡ് ആണ് 30 ഓസിലേഷൻ എടുത്ത സമയം. 30 ഓസിലേഷൻ എടുത്ത സമയം 60 സെക്കൻഡ്. അപ്പൊ ഒരു ഓസിലേഷൻ എടുത്ത സമയം 60 ഡിവൈഡ് ബൈ 30 2 സെക്കൻഡ് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഓസിലേഷൻ എടുക്കുന്ന ഈ സമയത്തിന് അല്ലെങ്കിൽ ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള ഈ സമയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയും കേട്ടോ. ടൈം പീരീഡ് അല്ലെങ്കിൽ സിംപ്ലി പീരീഡ് എന്ന് പറയും കേട്ടോ. ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്? 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഇല്ലേ, ആകെ സമയം ഇല്ലേ, ആകെ സമയം ഇല്ലേ. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയാം. ടോട്ടൽ ടൈം ഇല്ലേ, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് അല്ലേ. നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. അതായത് ആകെ സമയം അല്ലെ, ആകെ സമയം ഡിവൈഡഡ് ബൈ എന്താണ്? ദോലനങ്ങളുടെ എണ്ണം അല്ലെ, ദോലനങ്ങളുടെ എണ്ണം. അത് ചെയ്തപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു സമയം കിട്ടുക. അതിനെ നമ്മൾ എന്ത് പറയും? പീരീഡ് എന്ന് പറയും. ഇവിടുത്തെ പീരീഡ് എത്രയാണ്? 2 സെക്കൻഡ് ആണ്. ഇത് ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വരാൻ എടുക്കുന്നതാണ് ഒരു ഓസിലേഷൻ. അതിന് എത്ര സമയം എടുത്തു? 2 സെക്കൻഡ് സമയമാണ് എടുത്തത്. ഓക്കെ ആണല്ലോ? അപ്പൊ ടൈം പീരീഡ് എന്താണെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ പീരീഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം, ടൈം ഫോർ 1 ഓസിലേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് പീരീഡ്. ഇക്വേഷൻ നോക്കിയേ, ടോട്ടൽ ടൈം അല്ലെങ്കിൽ ആകെ സമയം ഡിവൈഡ് ബൈ ദോലനങ്ങളുടെ എണ്ണമാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അതിന്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ് യൂണിറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഇതിനെ കൂടി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. ഈ പെൻഡുലം, ഇതേ സെയിം പെൻഡുലം തന്നെയാണ്. 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എടുക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 1 സെക്കൻഡിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓണാക്കി 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അപ്പൊ 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം ദോലനം ചെയ്യുന്നുള്ളതെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 60 സെക്കൻഡിലെ എത്ര ഓസിലേഷൻ ഇവിടെ ഉണ്ട്? 60 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം ഇവിടെ എഴുതാമല്ലോ. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഞാൻ ഇവിടെ എഴുതുവാണേ. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ് ഇല്ലേ. 1 മിനിറ്റിലെ ഓസിലേഷൻ എണ്ണം എത്രയാണ്? 30. 1 മിനിറ്റിലെ ദോലനങ്ങളുടെ എണ്ണം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. 1 മിനിറ്റിലെ ദോലനങ്ങളുടെ എണ്ണം, 1 മിനിറ്റ് 60 സെക്കൻഡ് ഉണ്ട്, അത്രയാണ് 30 നമുക്കറിയാം. 1 മിനിറ്റിലെ ദോലനങ്ങളുടെ എണ്ണം 30. ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് നമ്പർ ഓഫ് ഓസിലേഷൻസ്. നോക്കോട്ടെ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം. മനസ്സിലായോ? 1 സെക്കൻഡിൽ എത്രമാത്രം ദോലനം ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതിനെ ചെയ്താൽ പോരെ? 30 ഡിവൈഡ് ബൈ 1 സെക്കൻഡ് എത്രയാണ്? 60 ഇല്ല. 30 ഡിവൈഡ് ബൈ 60 ചെയ്യുക, 1/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇല്ല. അപ്പൊ 1 സെക്കൻഡിൽ 0.5 ഓസിലേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാവാ പറയുന്നേ? 1 സെക്കൻഡിൽ ഒരു സ്റ്റോപ്പ് വാച്ച് നമ്മൾ ഓൺ ആക്കി 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്ര ഓസിലേഷൻ ഉണ്ടായി നമ്മൾ എണ്ണുക. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനം അല്ലെങ്കിൽ ഓസിലേഷന്റെ എണ്ണത്തിന് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ശ്രദ്ധിക്കുക കേട്ടോ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ പറയും ആവൃത്തി എന്ന് പറയും. ആവൃത്തി. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, അതാണ് കേട്ടോ. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആവൃത്തി.
ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഇതിനൊരു യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് ആണ് ഹെർട്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഹെർട്സ് എന്ന് പറയും. നമ്മൾ എഴുതുന്നത് HZ വെച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ, ഹെർട്സ്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേഷൻ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ പെൻഡുലത്തിനെ ഇങ്ങനെ വിട്ടു. പെൻഡുലത്തിനെ ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്രമാത്രം ഓസിലേഷൻ ഉണ്ടാകും, അതാണ് അതിന്റെ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ കൂടുതൽ ഓസിലേഷൻ വരുവാണെങ്കിൽ എന്താണ്, അവിടെ ഫ്രീക്വൻസി അതനുസരിച്ച് കൂടുവാണെങ്കിൽ നമ്മൾ പറയാല്ലേ ഫ്രീക്വൻസി കൂടുതലാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിക്ക് നമുക്ക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ, ദോലനങ്ങളുടെ എണ്ണമല്ലേ. നമ്പർ ഓഫ് ഓസിലേഷൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? സമയമല്ലേ. 60 എന്ന് പറഞ്ഞിരിക്കുന്നത് സമയമാണ്, ടൈമാണ് അല്ലേ. അപ്പം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ സമയം എന്ന് പറയാം. മനസ്സിലായാലോ? അപ്പൊ എങ്ങനെ പറയാം? ദോലനങ്ങളുടെ എണ്ണം മലയാളത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ദോലനങ്ങളുടെ എണ്ണം അല്ലെ, ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ സമയം. അത് നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. മനസ്സിലായാലോ? അപ്പൊ ഓർത്തിരിക്കുക, ഒരു പെൻഡുലമാണ്. ആ പെൻഡുലത്തിനെ നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചിവിടെ വരുന്ന ഒരു ഓസിലേഷൻ, അതിനെടുക്കുന്ന സമയം ടൈം ഫോർ 1 ഓസിലേഷൻ കേട്ടോ. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്ന അതിന് നമ്മൾ പറയുന്ന പേരാണ് ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയും. ടൈം ഫോർ 1 ഓസിലേഷൻ, 1 ഓസിലേഷൻ എടുക്കുന്ന സമയം, അതിനെ നമുക്ക് എന്താ പറയാം? പീരീഡ് എന്ന് പറയാം. ഇനി ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, നമ്പർ ഓഫ് ഓസിലേഷൻ, അതിനെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. നമ്പർ ഓഫ് ഓസിലേഷൻസ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, അതിനെ നമുക്ക് ഫ്രീക്വൻസി എന്നും പറയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പീരീഡും ഫ്രീക്വൻസിയും യൂണിറ്റ് ഒക്കെ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. പീരീഡ് ആണെന്നുണ്ടെങ്കിൽ T വെച്ച് റെപ്രസെന്റ് ചെയ്യും, യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുപോലെ ഫ്രീക്വൻസി F വെച്ച് റെപ്രസെന്റ് ചെയ്യും, അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഹെർട്സ് നമ്മൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ H ആണ് കേട്ടോ എഴുതേണ്ടത്. ശ്രദ്ധിച്ചോണം കേട്ടോ, ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. സ്മോൾ ലെറ്റർ H വെച്ചിട്ടാണ് നമ്മൾ ഹെർട്സ് എന്ന് ഫുൾ ആയിട്ട് എഴുതുവാണെങ്കിൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ H Z എന്ന് എഴുതിയാൽ ഹെർട്സ് ആണ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The time taken for 1 oscillation is called period. Its symbol is T ആണ്. SI unit of period is second. ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ആണ്, SI യൂണിറ്റ്. അതുപോലെ തന്നെ the number of oscillations in 1 second is called frequency. The SI unit of frequency is hertz ആണ്. Frequency is denoted by letter F. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ആവർത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ആവർത്തി സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ? പീരീഡും ഫ്രീക്വൻസി. ഇനി നമുക്ക് ഈ പീരീഡും ഫ്രീക്വൻസിയും നമ്മൾ റിലേഷൻ നോക്കാം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്യുവാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡിൽ എന്ന് പറഞ്ഞൊരു അപ്പാരറ്റസ് ആണ്. ഒരു സ്റ്റാൻഡില് ഒരു നൂലില് നമ്മളൊരു മെറ്റലിന്റെ എന്തെങ്കിലും ഒരു ബോബ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ നൂലിന്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ പറയുന്ന പേര് സിമ്പിൾ പെൻഡുലം എന്നാണ്. പെൻഡുലം എന്നാണ് പറഞ്ഞത്, സിമ്പിൾ പെൻഡുലം എന്ന് പറയും. അപ്പൊ ഈ പെൻഡുലത്തിന്റെ നീളമാണ് നമ്മൾ ഈ ഇവിടം തൊട്ട് ഈ ബോബിന്റെ സെന്റർ വരെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഒരു പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പം പേര് ഓർത്തിരിക്കുക, സിമ്പിൾ പെൻഡുലം എന്നാണ് ഈ ഒരു അപ്പാരറ്റസിന്റെ പേര്. ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ബോബിന്റെ സെന്റർ വരെയാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. അപ്പൊ നമ്മളിങ്ങനെ സിമ്പിൾ പെൻഡുലം എടുത്തു, അതിനൊരു പർട്ടിക്കുലർ ലെങ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓസിലേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പെൻഡുലം എന്താ ഇവിടെ ഇരിക്കുകയാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. ദെൻ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തു, അത് ഒരു ഓസിലേഷൻ ആയി. ഇങ്ങനെ 2 ഓസിലേഷൻ, ഇങ്ങനെ ഒരു 10 ഓസിലേഷൻ എണ്ണുക. 10 ഓസിലേഷൻ എണ്ണി കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. അപ്പൊ അതിന് സമയം കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പെൻഡുലത്തിന്റെ നീളം സപ്പോസ് ആദ്യം ഒരു 25 സെന്റിമീറ്റർ ഇവിടെ എടുത്തു. ഇപ്പൊ 10 ദോലനം കഴിഞ്ഞു, 10 ഓസിലേഷൻ കഴിഞ്ഞു. അതിനടുത്തൊരു സമയം സപ്പോസ് ഞാൻ ഇവിടെ ഒരു വാല്യൂ എഴുതുവാണ് കേട്ടോ. ചുമ്മാ ഒരു വാല്യൂ എഴുതണം, 10 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. ഈ നീളം കൂട്ടി,
ഇവിടെ നമ്മൾ അഴിച്ച് വലിച്ചാൽ മതി, നീളം കൂടും കേട്ടോ. അതിൻ്റെ ഒരു നീളം ഒരു 60 സെന്റിമീറ്റർ വെച്ചു. എന്നിട്ട് ഇതുപോലെ 10 ഓസിലേഷൻ എടുത്തു. അതിന്റെ സമയം നമ്മൾ നോക്കി. അത് ഏകദേശം ഒരു 15 സെക്കൻഡ് വരുവാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ 100 ലെങ്ത് നമ്മൾ 100 വെച്ചു. എന്നിട്ട് 10 ഓസിലേഷൻ എടുത്തു. അതിന്റെ സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 സെക്കൻഡും വന്നു വിചാരിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 പ്രാവശ്യം നമ്മൾ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 10 ഓസിലേഷന്റെ സമയം എടുത്തു. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിവിടെ പീരീഡും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് കണ്ടായിരുന്നു. ആകെ സമയം ഡിവൈഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. ഇവിടുത്തെ ആകെ സമയം ഇവിടെ എത്ര വന്നു? ആകെ സമയം എത്രയാണ്? 10 സെക്കൻഡ് ആണ് ഇവിടെ വന്നത്. ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്? 10 ദോലനം അല്ലെങ്കിൽ 10 ഓസിലേഷൻ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ 10 ആണ്. ആൻസർ ഇവിടെ 1 വന്നു. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ആവൃത്തി കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ സമയം, നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം. നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ഓസിലേഷൻ ആണ് ഇവിടെ ഉള്ളത്? 10 ഓസിലേഷൻ ആണ് ഇവിടെ നടന്നത്. ഇല്ല, അതിനടുത്ത സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 10 സെക്കൻഡും ആണ്. അപ്പൊ ഇവിടെ ആൻസർ എത്ര വന്നു? 1 തന്നെ വന്നു. ഓക്കെ ആണല്ലോ? അടുത്ത ലെങ്തിന് 60 നമ്മൾ നോക്കുകയാണ്. അതിനടുത്ത സമയം 15 സെക്കൻഡ് ആണ്. പീരീഡ് ഇതുപോലെ കണ്ടുപിടിക്കുക. ടോട്ടൽ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15 ആണ്. ദോലനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സെയിം 10 ആണ്. അപ്പൊ 15 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1.5 വരും. ഇവിടെ ഫ്രീക്വൻസി ദോലനങ്ങളുടെ എണ്ണം 10 തന്നെയാണ്. അതിനെടുത്ത സമയം എത്രയാണ്? 15 സെക്കൻഡ് ആണ് എടുത്തത്. ഇവിടെ ആൻസർ വരുന്നത് 0.67 എന്ന് വരും. അടുത്തതുപോലെ തന്നെ 100 ലെങ്ത് വെച്ചതിന് നമ്മൾ സമയം 20 സെക്കൻഡ് ആണ് കിട്ടിയത്. ഇതുപോലെ പീരീഡ് കണ്ടുപിടിക്കുന്നു. ആകെ സമയം ഇവിടെ എത്രയാണ്? 20 വന്നു. ദോലനങ്ങളുടെ എണ്ണം 10 ആണ്. അപ്പൊ ഇവിടെ 2 വരും. ഇവിടെ എത്രയാണ്? ദോലനങ്ങളുടെ എണ്ണം 10 ആണ്. ദെൻ ആകെ സമയം ഇവിടെ എത്രയാണ്? 20 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 ആണ്. 1/2 വരും. 0.5 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മളിവിടെ കണ്ടുപിടിച്ച എന്തൊക്കെയാണ്? പീരീഡും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു. ഇവിടെ ലെങ്ത് നോക്കിയേ, ലെങ്ത് ഇവിടെ കൂടുവാണ് ചെയ്യുന്നില്ലേ? ലെങ്തിന് എന്താണ് സംഭവിക്കുന്നത്? ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്തപ്പോ പീരീഡിന് എന്ത് സംഭവിച്ചു? പീരീഡ് ഇവിടെ എങ്ങനെയാണ്? 1, 1.5, 2. അതായത് പീരീഡ് ഇവിടെ കൂടി അല്ലേ? ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി 1, 0.67, 0.5. ഫ്രീക്വൻസി എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി ഇവിടെ കുറഞ്ഞു ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെങ്ത് കൂടുന്നു ഇല്ലേ? ലെങ്ത് കൂടുമ്പോ ടൈം പീരീഡിന് എന്താണ് സംഭവിക്കുന്നത്? അല്ലെ പീരീഡിന് എന്ത് സംഭവിക്കുന്നുണ്ട്? പീരീഡ് കൂടുന്നു. ലെങ്ത് കൂടുമ്പോൾ പീരീഡ് കൂടുന്നു. ഫ്രീക്വൻസിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫ്രീക്വൻസി അവിടെ കുറയുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്താണ് സംഭവിക്കുന്നത്? ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി അവിടെ കുറയുന്നു അല്ലെ? നീളം കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എങ്ങനെയാണ്? ഫ്രീക്വൻസി കുറയുന്നു അല്ലെ? പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആവൃത്തി കുറയുന്നു. അപ്പം നീളവും ഫ്രീക്വൻസിയും നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം, വിപരീത അനുപാതം എന്ന് പറയും അല്ലെ? നീളം കൂടുമ്പോൾ ആവൃത്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫ്രീക്വൻസി കുറയുന്നു. ശരിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഈ പീരീഡും ഫ്രീക്വൻസിയും എങ്ങനെയാണ്? പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി എങ്ങനെയാണ്? കുറയുന്നു. അതും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലെ? പീരീഡ് കൂടുമ്പോൾ എന്താണ്? ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. പീരീഡ് എന്താന്ന് നമുക്കറിയാം. പീരീഡ് എന്താന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ ആവശ്യമായിട്ടുള്ള സമയം അല്ലെ? ടൈം ഫോർ 1 ഓസിലേഷൻ ആണ് പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത് 1 സെക്കൻഡിൽ അല്ലെ? നമ്മളിപ്പോ പഠിച്ചാണ് 1 സെക്കൻഡിൽ ഉണ്ടായ ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്നാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് രണ്ടും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെങ്കിൽ വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. ശരിയല്ലേ? വിപരീത അനുപാതത്തിലല്ലേ? നമുക്ക് ഇത് തമ്മിൽ റിലേഷൻ എഴുതാമല്ലോ. എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t എന്ന് കൊടുക്കാം അല്ലേ? ഫ്രീക്വൻസിയും എന്താണ്? ആവൃത്തിയും ടൈം പീരീഡും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. നമുക്ക് എങ്ങനെ പറയാം? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഈ തരത്തിലുള്ള പ്രോബ്ലംസിന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, ഈ റിലേഷനെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട എന്തൊക്കെയാണ്? ടൈം പീരീഡും ഇല്ലേ? ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം ഇല്ലേ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
വിപരീത അനുപാതത്തിലാന്ന് പറയാം അല്ലെ, വിപരീത അനുപാതത്തിലാന്ന് പറയാം, വിപരീത അനുപാതത്തിലാണ്. അപ്പൊ F ഈസ് ഈക്വൽ ടു 1/T. അതായത് പീരീഡ് കൂടുവാണ്, പീരീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫ്രീക്വൻസി കുറയും. പീരീഡ് കൂടുവാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പീരീഡ് എന്ന് വെച്ചാൽ ഒരു ദോലനത്തിന് ആവശ്യമായിട്ട് സമയമല്ലേ, ഈ ഓസിലേഷൻ ഇങ്ങനെയാണ്, അതിന്റെ സമയം, ഒരു ഓസിലേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ആ പീരീഡ് കൂടുക, അതായത് പതിയെ സ്ലോയിലാന്ന് വിചാരിച്ചു. പീരീഡ് കൂടാന്ന് വെച്ചാൽ എന്താണ്, സ്ലോവി മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. പതിയെ സ്ലോവി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് കൂടും അല്ലേ. ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി അവിടെ കുറയും അല്ലേ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഒരു സെക്കൻഡിലുണ്ടായ ദോലനങ്ങളുടെ എണ്ണമല്ലേ, അതവിടെ കുറയും. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പീരീഡ് എന്താന്ന് മനസ്സിലാക്കിയിരിക്കുക, കൺസെപ്റ്റ് മൈൻഡിൽ സെറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ മിക്കപ്പോഴും പറയാനുള്ള ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ പറയും. ഹൈ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ ഒരുപാട് ഓസിലേഷൻ ഉണ്ടാവും, അതാണ് ഹൈ ഫ്രീക്വൻസി ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ നോക്കുക, ഹൈ ഫ്രീക്വൻസി വരണമെന്നുണ്ടെങ്കിൽ എന്താണ്, ടൈം പീരീഡ് അവിടെ കുറയണം. ടൈം പീരീഡ് കുറയാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയമല്ലേ, അതവിടെ കുറയും. ക്ലിയർ ആയല്ലോ. അപ്പം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ റിലേഷൻ. F ഈസ് ഈക്വൽ ടു 1/2 ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ. F ഈസ് ഈക്വൽ ടു 1/T ആണ്. പീരീഡ് കൂടുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി അവിടെ കുറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആ റിലേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കും കേട്ടോ. നോക്കിയാൽ വെൻ ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസസ്, ഇത് മനസ്സിലാക്കുക കേട്ടോ. ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും. നീളം കൂടുമ്പോൾ, നീളവും ആവൃത്തിയും തമ്മിലുള്ള റിലേഷൻ, നീളവും ആവൃത്തിയും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു 1/T ആണ്. ആസ് എ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഇൻക്രീസസ്. പീരീഡ് കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ആവൃത്തി കുറയുന്നു. പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി എങ്ങനെയാണ്, കുറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം റേഡിയോ FM ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് പല ഫ്രീക്വൻസിയിലാണ് ഓരോന്നും വരുന്നത്. കിലോ ഹെർട്സ്, മെഗാ ഹെർട്സിലൊക്കെ അതൊക്കെ എന്താണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റുകളാണ് കേട്ടോ. ജനറൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കിലോ ഹെർട്സും ഉണ്ട്, കിലോ ഹെർട്സ് ഉണ്ട്. കിലോ ഹെർട്സ് എന്ന് വെച്ചാൽ 1000 ഹെർട്സ് എന്ന് പറഞ്ഞാണ്. അതുപോലെ മെഗാ ഹെർട്സ് അല്ലെ, റേഡിയോ ഒക്കെ എങ്ങനെയല്ലേ, അതിന്റെ ഒക്കെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ആണ് അല്ലെ. മെഗാ ഹെർട്സ് ഇത്ര മെഗാ ഹെർട്സിൽ ഫ്രീക്വൻസിയിലാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം ഹെർട്സ് ആണെന്നും മനസ്സിലാക്കില്ലേ. 10⁻⁶ ഹെക്സ് ആണ് മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഫ്രീക്വൻസിയുടെ യൂണിറ്റുകളാണ്. ഹെർട്സ് ഉണ്ട്, കിലോ ഹെർട്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഗാ ഹെർട്സ്. ഇതൊക്കെ എന്താണ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ്, ആവൃത്തി. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയുടെ യൂണിറ്റുകളാണ്. മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു 1/F ആണ്. ഇത് മുന്നോട്ട് ഏതൊക്കെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പല പല കേസുകളിലും ഈ ഇക്വേഷൻ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. തരംഗങ്ങളെ കുറിച്ച്, വേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ള ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴും ഒക്കെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ, ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 1/F. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തേലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചു പോയി കാണുക കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഡൗട്ടൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഷോർട്ട് നോട്ടൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോട്ടാക്കി എഴുതിയെടുക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി പാട്ടൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലോണം പഠിച്ചു തുടങ്ങുക. നന്ദി, നമസ്കാരം, താങ്ക് യു.